ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു നെഹമ്യാവ്. നെഹമ്യാവിന്റെ ജീവിതത്തിൽ ദൈവിക ഉയർച്ചകളും ദൈവിക മാന്യതകളും താൻ അനുഭവിക്കുന്ന സമയം തന്റെ ഹൃദയം മുഴുവനും തന്റെ ജനത്തിന്റെ അവസ്ഥയ്ക്കകത്ത് കിടന്നിരുന്നു. ഹനാനിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ ആ ഭക്തനായ മനുഷ്യൻ യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞുപോയെന്നും വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നെന്ന് അറിഞ്ഞപ്പോ, ആ വർത്തമാനം കേട്ടപ്പോ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നെഹമ്യാവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാഥമികമായ തന്റെ ദൈവബന്ധം പ്രാർത്ഥനയിൽ ഊന്നിയതായിരുന്നു. ഏതു വാർത്ത താൻ കേട്ടാലും മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ശബ്ദം തന്റെ മുമ്പിൽ വന്നാൽ നെഹമ്യാവ് ആദ്യമായി ചെയ്തിരുന്നത് ഉടനെ ഓടിപ്പോയി ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു. പ്രാർത്ഥന ജീവിത ശൈലിയാക്കിയ മനുഷ്യൻ ഒന്നാമത് തന്റെ ചെവിയിൽ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ കേട്ടാൽ ഉടനെ അതിനുള്ള പ്രതികരണം തന്റെ പ്രാർത്ഥനയായിരുന്നു. താൻ രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോ ഒത്തിരി വേദനയോടെ താൻ പിന്നെയും രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. തന്റെ ജനത്തെക്കുറിച്ചുള്ള ദുഃഖം തന്നെ ഭരിച്ചു. ആ അവസ്ഥയിൽ രാജാവ് തന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിനക്ക് എന്തു പറ്റി? നിന്റെ അപേക്ഷ എന്താ? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? രാജാവിന്റെ ചോദ്യം അവന്റെ നേരെ നീട്ടുമ്പോ, പല ചോദ്യങ്ങളും അവന്റെ മുമ്പിലേക്ക് വരുമ്പോ, അപ്പോഴും നെഹമ്യാവിന് ചെയ്യാനുണ്ടായിരുന്നത് ഉടനെ താൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് സംസാരിച്ചു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. തന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ തന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ താൻ ഉടനെ ചെയ്തത് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുൻപ് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിന് മുമ്പിൽ ചോദ്യങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ എല്ലാവരും. പക്ഷെ അതിനൊക്കെ നാം മറുപടി പറയാൻ തുറക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കൃപ ദൈവം നമ്മിൽ പകർന്നിരുന്നെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോ ഓടിച്ചാടി ഒരു തീരുമാനമെടുക്കാതെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവസേനയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ മനുഷ്യനെയാണ് യെരുശലേമിന്റെ മതിൽ പണിയുവാൻ ദൈവം ഉപയോഗിച്ചതെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ കുടുംബത്തിന്റെയും മതിൽ, പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ സഭയുടെയും മതിൽ, പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ ദേശത്തിന്റെയും കാവൽ. അങ്ങനെ ദൈവം നമ്മെ നിർത്തട്ടെ. പ്രാർത്ഥനയിൽ നിറഞ്ഞ ഒരു ആത്മീയ ജീവിതം ദൈവം നമുക്ക് തരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957. നമ്പർ വീണ്ടും 988-022-1957.